നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷുവിന് വിഷരഹിത പച്ചക്കറി. ചങ്ങരകുളത്ത് 1.5 ഏക്കറിൽ ഹൈടെക് പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. വാർത്ത വിശദമായി. ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് കെയർ. വിഷുവിന് വിഷരഹിത പച്ചക്കറി ക്യാമ്പയിന് ചങ്ങരകുളത്ത് തുടക്കമായി. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആലങ്കോട് പഞ്ചായത്ത് പരിധിയിലെ മുത്തൂർ പാടത്താണ് 1.5 ഏക്കറിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ, മഹിളാ അസോസിയേഷൻ, NREGS പ്രവർത്തകർ, ട്രേഡ് യൂണിയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി ആരംഭിച്ചിട്ടുള്ളത്. തക്കാളി, കയ്പ, വെണ്ട, വഴുതന, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ 10 ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. തൈനടിയിൽ ഉദ്ഘാടനം കർഷക തൊഴിലാളി യൂണിയൻ എടപ്പൾ ഏരിയ പ്രസിഡന്റ് P. വിജയൻ നിർവഹിച്ചു. വിഷുവിന് വിഷുരഹിത പച്ചക്കറി എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ കേരളത്തിലെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള വർഗവിഭജന സംഘടനകൾ, കേരള കർഷക സംഘം, KSKT അഥവാ കർഷക തൊഴിലാളി യൂണിയൻ, മഹിളാ അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ, ഇതെല്ലാം ചേർന്നുകൊണ്ട് ഓരോ പ്രാദേശികമായ സംഘങ്ങളുണ്ടാക്കി ഇതുപോലെ കൃഷി ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന് മാത്രമല്ല, ഒരു പുതിയ കാർഷിക സംസ്കാരം, എല്ലാവരും കാർഷിക രംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളതും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമുക്കൊക്കെ ലഭ്യമാകുക എന്നുള്ളതും ഒരു പ്രധാന ലക്ഷ്യമാണ്. അപ്പോൾ ഈ പുതിയൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി, പുതിയൊരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ആലങ്കോട് പഞ്ചായത്തിൽ, മറ്റു പഞ്ചായത്തുകളിലൊക്കെ നടന്നു വരുന്നുണ്ട്. എടപ്പാൾ ഏരിയയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ നേതൃത്വത്തിൽ എടപ്പാൾ ഏരിയയ്ക്കകത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നടന്നു വരിക. ആലങ്കോട് പഞ്ചായത്തിൽ കർഷക സംഘം, കർഷക തൊഴിലാളി, അതുപോലെ മഹിളാ അസോസിയേഷൻ, NREGS പ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ടാണ് 1.5 ഏക്കർ സ്ഥലത്താണ് ഈ മുത്തൂർ പാടത്ത് കൃഷി ഇറക്കിയിട്ടുള്ളത്. തുടക്കം എന്ന രീതിയിൽ ഞങ്ങൾ വെള്ളരി, അതുപോലെ തണ്ണിമത്തൻ, വെണ്ട, വഴുതന തുടങ്ങിയിട്ടുള്ള കൃഷികളാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാലാവസ്ഥ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് നല്ല രീതിയിൽ നടപ്പാക്കാൻ കഴിയും എന്നുള്ള, വിജയകരമായി തീരും എന്നുള്ളതിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കൃഷി ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു നിർത്തി പിന്നെ ബക്കറ്റും വെള്ളമായിട്ട് ഇങ്ങനെ നടക്കലാണ്. അത് പുതിയ കാലത്ത് അപ്രായോഗികമാണ്. നമ്മൾ കുറച്ചുകൂടി ഹൈടെക് സംവിധാനത്തിലേക്ക് പോവുകയാണ്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് എല്ലാവരും ഇതിൻ്റെ കുറച്ചുകൂടി പ്രൊഫഷണൽ സൈഡിനെ കുറിച്ച് നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ കുറച്ച് നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്കറിയാം ഈ 10,000-2,000 തൈകൾ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാ തൈകൾക്കും ഒരുപോലെ വെള്ളം കിട്ടും. മാത്രമല്ല കുറച്ച് വെള്ളം നമ്മൾ പിന്നെ മാനുവലായിട്ട് നനയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2000 ലിറ്റർ വേണ്ട സ്ഥലത്തേക്ക് നമുക്ക് 500 ലിറ്റർ കൊണ്ട് നമുക്ക് ചെടികൾക്ക് ആവശ്യമായ വെള്ളം കിട്ടും. മാത്രമല്ല ഫെർട്ടിലൈസർ, ഇപ്പോൾ വളമൊക്കെ നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് തന്നെ ഈ ട്യൂബിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടിയും നൂതനമായ രീതിയിലുള്ള കൃഷി രീതിയാണ്. അത് പൂർണ്ണമായി വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അതിലത്ര പരിചയസമ്പന്നരല്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷെ ഭാവിയിൽ നമ്മുടെ പ്രദേശത്തൊക്കെ കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ വെറുതെ കിടക്കലാണ്. അപ്പോൾ അവിടെയൊക്കെ കൃത്യമായി ഇത് ഉപയോഗിച്ച് നമ്മുടെ വനിതകളെ, NRGSനെ, തൊഴിലുറപ്പിൻ്റെ ആളുകളെ, ഈ പറഞ്ഞ പോലെ എല്ലാ പിന്നെ വർഗ ബഹുജന സംഘടനകളിലും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് ചങ്ങരകുളം പഞ്ചായത്തിനൊക്കെ ആയിട്ട് സഹകരിച്ചിട്ട് ഒരു മാർക്കറ്റും കൂടി സ്ഥിരം, അല്ലെങ്കിൽ ആഴ്ചയിൽ 2-4 തവണ ഒരു മാർക്കറ്റും കൂടി സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വിൽക്കാനുള്ള ഒരു സംവിധാനം കൂടി. പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള വർഗ ബഹുജന സംഘടനകളെ പ്രതിനിധീകരിച്ച് VV കരുണാകരൻ, CM രാമചന്ദ്രൻ, KV ഹാരിസ്, KV ഉദയകുമാർ, PV പ്രദീപ്, CP പ്രബീഷ്, M ത്രതീഷ്, KP സുകുമാരൻ, KK പ്രഭിത, P വിജയൻ, PM സതീശൻ, MV രവീന്ദ്രൻ എന്നിവർ തൈനടിയിൽ ചടങ്ങിൽ പങ്കാളികളായി.